ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്? റിയാക്ട് ജെഎസ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്ക്രീനിൽ ഇൻട്രൊഡക്ഷൻ ടു റിയാക്ട് ജെഎസ്. സോ നമ്മൾ ഒരു ട്യൂട്ടോറിയൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ നമ്മളുടെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, റിയാക്ട് ജെഎസ്. ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആൻഡ് ഒരുപാട് പേര് റിയാക്ട് ജെഎസ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ വന്നോളൂ, നമ്മളുടെ ചാനലിലേക്ക് വന്നോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കണ്ടന്റ്സ് നമ്മളുടെ ഓൾറെഡി ഞാൻ കുറെ പ്രോജക്ട്സും കാര്യങ്ങളും സിമ്പിൾ ബിഗിനർ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ട്യൂട്ടോറിയൽ സെക്ഷൻ തുടങ്ങിയിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു നമുക്ക് റിയാക്ടിന്റെ ഒരു ബിഗിനർ ട്യൂട്ടോറിയൽ. സോ ബിഗിനർ ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരാള് ഇത് ഒരു റിയാക്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു തീർച്ചയായിട്ടും ഒരു ബിഗിനർ ആയിരിക്കും, ബിഗിനർ ലെവൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു എന്താണ് നെക്സ്റ്റ് ഇനി വരുന്ന ഓൺവേർഡ്സ് ദിവസങ്ങളിലായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും റിയാക്ട് ജെഎസിന്റെ ക്ലാസ്സസ്. സോ അത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു ബിഗിനർ ലെവലിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു മിഡിൽ സെക്ഷനിൽ എത്തുമ്പോൾ ഒരു പകുതി ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് മാറും. അതിനുശേഷം നമ്മൾ പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങണമായിരിക്കും. സോ നമ്മൾ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ ഓൾറെഡി HTML ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു റിയാക്റ്റും കൂടെ ഒന്ന് ചെയ്തു തുടങ്ങാം. സോ റിയാക്റ്റിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ റിയാക്ടിന് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ആദ്യമായിട്ട് നിങ്ങൾ എന്റെ ചാനലിൽ വരുവാണെങ്കിൽ, എന്റെ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം. കാര്യം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കാണും. അപ്പം വേർത്തി ആയിരിക്കും. ഞാൻ എന്റെ ചാനലാണ് ഞാൻ പറയല്ല, വേർത്തി ആയിരിക്കും നിങ്ങൾക്ക് ഒരു ബിഗിനർ ആണെങ്കിൽ. അല്ലാത്തവർക്കും ഒരുപാട് നല്ലൊരു ബിഗിനറിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം വശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഐ എം ഹിയർ. ഞാൻ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. സോ ഇൻട്രൊഡക്ഷൻ ടു റിയാക്ട് ജെഎസ്. സോ റിയാക്ട് ജെഎസ് എന്താണ്? അപ്പൊ നമ്മൾ റിയാക്ട് ജെഎസിനകത്ത് പഠിക്കുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പും ചെയ്ത് നമ്മളങ്ങ് കോഡിങ് സ്റ്റാർട്ട് ചെയ്യല്ല വേണ്ടത്. ഫസ്റ്റ് അതിനെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻ പഠിക്കുന്നതിനെക്കാട്ടിയിട്ട് മുന്നേ തിയറിറ്റിക്കൽ എന്തായാലും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മള് ഫസ്റ്റ് നമുക്ക് കയറുമ്പോഴത്തേക്ക് റിയാക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചോദിക്കും. അപ്പൊ നമുക്ക് ഒരു മടിയും കൂടാതെ ഒട്ടും കോൺഫിഡന്റ് ഇല്ലാതെ, അതായത് ഒട്ടും കോൺഫിഡന്റ് ഇല്ലാതെ പറയുന്നതിനേക്കാളും നല്ലത് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഉള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു റിയാക്ട് ജെഎസ്. വാട്ട് ഈസ് റിയാക്ട് ജെഎസ്? എന്താണ് റിയാക്ട് ജെഎസ്? അപ്പൊ ആദ്യം എന്താണ് റിയാക്ട് ജെഎസ് എന്ന് അറിയാം. ഓക്കെ, എന്തിനാണ് റിയാക്ട് ജെഎസ് എന്ന് അറിയാം. ആൻഡ് റിയാക്ട് ജെഎസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്? അതുകൊണ്ടാണല്ലോ നമ്മൾ റിയാക്ട് ഇത്രയും പോപ്പുലർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. യെസ്, what is React.js? So React.js is a free and open source front-end JavaScript library. So ഇതിനകത്ത് പറയുന്നത് എന്താണ്? React.js എന്ന് പറയുന്നത് ഫ്രീ ആണ്. അതേപോലെ ഫ്രീ മീൻസ് നമുക്ക് ഈസി ആയിട്ട്, പ്രത്യേകിച്ച് ഒരു പ്രീമിയം വേർഷനോ കാര്യങ്ങളോ പെയ്ഡോ ആയിട്ടൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ. നമ്മളുടെ ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ ക്രോമിൽ പോയിട്ട് ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ആൻ ഓപ്പൺ സോഴ്സ്, അതുകൊണ്ടാണ് നമ്മളൊരു ഓപ്പൺ സോഴ്സ് ആണ് പറയുന്നത്. ആൻഡ് ഫ്രണ്ട് എൻഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി. സോ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി റിയാക്ട് ജെഎസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി. അപ്പൊ ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവം? നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് റിയാക്ട് ജെഎസ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്ത് റിയാക്ട് ജെഎസിലോട്ട് വരെയല്ല വേണ്ടത്. അതിന് കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് നോളജ് നമുക്ക് വേണം. അത്യാവശ്യം കുറച്ച് ലാംഗ്വേജസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് HTML കുറിച്ചിട്ട് അത്യാവശ്യം ബേസിക് അല്ല, ഒരു അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ CSS കുറിച്ച് അറിഞ്ഞിരിക്കണം. ദെൻ അറ്റ് ലാസ്റ്റ് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് അയ്യോ ജാവാസ്ക്രിപ്റ്റ് അറിയത്തില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ റിയാക്ട് ജെഎസ് പഠിക്കുന്നത്, അങ്ങനത്തെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും വേണ്ട. എന്റെ എന്റെ വീഡിയോയില് അല്ലെങ്കിൽ എന്റെ ചാനലില് ഞാൻ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ മെയിൽ കാണുന്ന ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ അത് വരീഡ് ആവണ്ട, നിങ്ങൾ അത് പോയി കണ്ടിട്ട് പെട്ടെന്ന് വരാം. ഒരു 2 അവർ ആയിട്ടുള്ള ഒരു 2 അവർ, ജസ്റ്റ് ഒരു 2 to 2.5 hours ഉള്ള ഒരു വീഡിയോ സെക്ഷനാണ്. സോ ജാവാസ്ക്രിപ്റ്റ് കണ്ടിട്ട് നോക്കിട്ട് വരാം.
ഓക്കെ, അപ്പൊ റിയാക്ട് ജെഎസ് ഇസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഫ്രണ്ട് എൻഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി. ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആണെന്ന് പറയുന്നുണ്ട്. ചിലതൊരു ഫ്രെയിം വർക്ക് ആണെന്ന് പറയും, ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിം വർക്ക്. ബട്ട് ഇത് ഫ്രെയിം വർക്ക് അല്ല, ഇതൊരു ലൈബ്രറി ആണ്. ഓക്കെ, ഒരുപാട് എന്താണ് എന്താണ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പൊ ഇത് ഇൻബിൽഡ് ആയിട്ട് നമ്മൾ റിയാക്ട് ജെഎസിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആണ് റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത്. സോ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും റിയാക്ടിന്റെ ഒരു ഡെവലപ്പർ, ഒരു ഫ്രഷർ ഓപ്പർച്യൂണിറ്റി ആണ്, നിങ്ങൾ പോകുന്നു. അപ്പൊ നിങ്ങളുടെ ചോദിക്കുക എന്താ റിയാക്ട് ജെഎസ്, ഉടനെ പറഞ്ഞോണം ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആണെന്ന് പറഞ്ഞോ, ഫ്രെയിം വർക്ക് നിങ്ങൾ കയറി പറയാം കേട്ടോ. And it is developed in 2011. Facebook engineer Jordan Walk, ഒരു ജോർദാൻ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് എഞ്ചിനീയർ 2011 നമ്മളുടെ റിയാക്ട് ജെഎസ് ഡെവലപ്പ് ചെയ്യുന്നത്. And it is used for building interactive user interfaces and web applications quickly and efficiently with less code. വളരെ ചെറിയ കോഡിൽ ഒരു വെബ് ആപ്ലിക്കേഷൻസ് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു UI എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസർ ഇന്റർഫേസ്, അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് എൻഡ്. ഓക്കെ, യൂസർ ഇന്റർഫേസിനെ ബിൽഡ് ചെയ്യുന്ന, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ കുറച്ച് കോഡോട് കൂടിയിട്ട് ഉള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയാക്ട് ജെഎസ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് റിയാക്ട് ജെഎസ് നിങ്ങൾക്ക് ഏകദേശം ഒരു പിടിയിട്ട് കാണും. ആൻഡ് വാട്ട് ഡസ് റിയാക്ട് ജെഎസ് ഡു, ഇനി എന്താണ് റിയാക്ട് ജെഎസ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, റെസ്പോൺസ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ആണ് അല്ലേ. ഒരു യൂസർ നമ്മളുടെ എന്താണ് ഇതിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു, ദെൻ നമ്മൾ ഒരു ബ്രൗസർ തിരിച്ച് റെസ്പോൺസ് കൊടുക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇവിടെ വായിക്കുകയാണെങ്കിൽ റിയാക്ട് intercepts the request and only fetches and changes the section that need changing without having to trigger a full page reload. അതായത് നമ്മളുടെ ഒരു പേജാണ്, സോറി ആക്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. ഒരു പേജ് ഉണ്ട്, ആ പേജിൽ നമ്മൾ റിയാക്ടില് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ആ ഒരു പേജിനെ മൊത്തത്തിൽ റിഫ്രഷ് ചെയ്ത് ചേഞ്ച് ചെയ്യല്ല ചെയ്യുന്നത്. എവിടാണോ ചേഞ്ച് ചെയ്യേണ്ടുള്ളത് ആ ഭാഗത്തോട്ട് പോയിട്ട് അതിനെ മാത്രം ചേഞ്ച് ചെയ്ത് ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് ആ ഒരു റിക്വസ്റ്റ് ഇന്റർസെപ്റ്റ് ചെയ്തതിനു ശേഷം only fetch and change the section that need changing without having to trigger a full page reload. ഫുൾ പേജ് റീലോഡിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് എവിടാണോ ചേഞ്ച് ചെയ്യേണ്ടുള്ളത് ആ ഒരു സെക്ഷൻ മാത്രമാണ് റിയാക്ട് ചേഞ്ച് ചെയ്യുന്നത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പേജിനെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടത് കൊണ്ട് കിളി പോയിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിന് എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ഇത്രയും പാട്ടായിട്ട് ഇത് വെച്ചിരുന്നാൽ മതി. And this approach results in better performance and a more dynamic user experience. അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് റിയാക്ട് ജെഎസ് കൊണ്ട് എന്താ ഗുണം, അതൊരു നല്ലൊരു പെർഫോമൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു, അതേപോലെ ഒരു മോർ ഡൈനാമിക് യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ബിൽഡ് എ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ, ഒരു SPA ആപ്ലിക്കേഷൻ ആണ് റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ പേജിൽ നിന്നുകൊണ്ട് നമ്മളൊരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിംഗിൾ പേജിൽ നിന്നുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഒരു പേജിൽ കയറി ദെൻ ഒരു ലോഗിൻ ഫോം കൊടുക്കുന്നു, ദെൻ അവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു, അപ്പൊ പുതിയ പുതിയ പേജിലോട്ട് പോകുന്നു, അങ്ങനെ അങ്ങനെ നമ്മളുടെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഒറ്റ സിംഗിൾ പേജിൽ നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റിയാക്ട്. അപ്പം റിയാക്ടിനെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഉള്ളത്, അയാളാണ് വെർച്വൽ ഡോം. സാധാരണഗതിയിൽ HTML ആയിക്കോട്ടെ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഡോം ആണ്, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ ആണ്. അതായത് ഒരു ഡോക്യുമെന്റ് നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഇവിടെ റിയാക്ടിൽ വെർച്വൽ ഡോമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതായത് ടോപ്പ് ഫീച്ചേഴ്സ് പറയുമ്പം അതിൽ ഏറ്റവും ഫസ്റ്റ് ഒന്നാണ് വെർച്വൽ ഡോം. ഇനിഷ്യൽ ഡോമും വെർച്വൽ ഡോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ ബാക്കി ഒരുവിധമുള്ള ലാംഗ്വേജസിലൊക്കെ ഒരു റിയൽ ഡോം ആണ് യൂസ് ചെയ്യുന്നത്. ഡോം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ, HTML എടുത്താലും ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് HTML, then അതിന്റെ ഉള്ളിലായിട്ട് ഓരോ ബോഡി പാർട്സ് ആയിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ അതിനെ നമുക്കൊരു ഡോം എന്ന് പറയാം, ഒരു ഡോക്യുമെന്റ് എന്ന് പറയാം. അപ്പം അതാണ് സാധാരണഗതിയിൽ എല്ലാ ലാംഗ്വേജസും യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് റിയാക്ട് ജെഎസ് യൂസ് ചെയ്യുന്നത് വെർച്വൽ ഡോം ആണ്. സോ വെർച്വൽ ഡോം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർച്വൽ ഡോം കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് അതേപോലെ വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കും, ദെൻ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. സോ എന്താണ് വെർച്വൽ ഡോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം.
സോ വെർച്വൽ ഡോം ആൻഡ് റിയൽ ഡോം ഇവിടെ കുറച്ച് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ റിയൽ ഡോമിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു സംഭവം കാണാം. ഇവിടെ ഞാൻ ഒരു ലിസ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ലിസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു പേജ് ആണെന്ന് കരുതാം. ഓക്കെ, ആ പേജിൽ ഒരു ഇന്ന സംഭവം ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇവിടെ ആപ്പിൾ മാംഗോ പെയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് നെയിംസ് ഉണ്ട്. ആൻഡ് നമുക്ക് പിയറിനെ ചേഞ്ച് ചെയ്ത് ഫിഗിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇവിടെ റിയൽ ഡോമിൽ എന്താ ചെയ്യുന്നത്? ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ റിയൽ ഡോമിൽ എന്താ ചെയ്യാം? മൊത്തത്തിൽ അങ്ങ് പിടിച്ച് ഇതിനെല്ലാം കൂടെ ഒന്ന് റീലോഡ് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഓരോന്നിനെയും ചേഞ്ച് ചെയ്താണ് ഈ ഒരു ഫിഗിലോട്ട് എത്തുന്നത്. എന്നാൽ ഇവിടെ വെർച്വൽ ഡോമിലോ നമ്മൾ ഫസ്റ്റ് ചെന്നിട്ട് നമ്മളുടെ ആ ഒരു പുതിയ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ ഒന്ന് നിരീക്ഷിക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണുള്ളത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? എവിടാണ് ചേഞ്ച് വരുത്തുന്നുള്ളത് എന്ന് നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയാണ് ചേഞ്ച് വരുത്തുന്നത്. സോ ചെന്നിട്ട് വെർച്വൽ ഡോം ചെന്നിട്ട് ആ ഭാഗം മാത്രം ഒന്ന് റിലോഡ് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ട് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്? ടൈം കൺസ്യൂമിങ് അല്ല. നമ്മളുടെ ചെറിയ മില്ലി സെക്കൻഡ്സിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും ഇവിടെ ഈ ഒരു സംഭവം കാരണം അതിന്റെ ആ ഒരു എഫേർട്ട് കുറയുന്നു, അതിന്റെ പെർഫോമൻസ് കൂടുന്നു. എന്നാൽ ഇവിടെ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്. എല്ലായിടവും പോയിട്ട് ഇതൊരു സിംഗിൾ ചെറിയൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. പക്ഷെ ഒരു വലിയ വെബ് പേജിന്റെ കേസിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് പേജസും കാര്യങ്ങളും ഉള്ള രീതിയിൽ ആലോചിച്ച് മൊത്തത്തിൽ റീലോഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ നിൽക്കണം. പക്ഷെ ഇവിടെ എന്താ? വെർച്വൽ ഡോമിൽ ആ ഒരു രീതി വരുന്നില്ല. എവിടാണോ ചേഞ്ച് ചെയ്യുന്നത് അവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. സോ അതുകൊണ്ട് തന്നെ റിയാക്ട് ജേസ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആണ് ഇന്ന്. ബിക്കോസ് അത് വെർച്വൽ ഡോം ആണ് യൂസ് ചെയ്യുന്നത്. സോ വെർച്വൽ ഡോമിന്റെ കോൺസെപ്റ്റ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ, കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മള് ഫീച്ചേഴ്സ് പറഞ്ഞ കൂട്ടത്തിൽ ഫസ്റ്റ് വൺ ഏറ്റവും മോസ്റ്റ് ബേസിക്കലി നമ്മൾ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് വെർച്വൽ ഡോം ആണെങ്കിൽ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് റീയൂസബിൾ കമ്പോണൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് റിയാക്ട് പഠിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ് റീയൂസബിൾ കമ്പോണൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ മാത്രം വന്നു പോവാണ്. നമ്മൾ റിയാക്റ്റിൽ റീയൂസബിൾ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ നോക്കുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കൺവേർട്ട് ചെയ്ത് തരാം. ഇപ്പം നമുക്ക് ഒരു പേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ പേജിൽ ഒരു ലോഗിൻ ഫോം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തും ഒരു ലോഗിൻ ഫോം വേണം. ഈ ഒരു ലോഗിൻ ഫോം ഈ ഒരു വെബ്സൈറ്റിൽ ഒരു മൂന്നാല് പേജസിൽ റിപ്പീറ്റഡ്ലി വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടുത്തെ വരുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ കോഡ് കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലായിടത്തും അങ്ങ് പേസ്റ്റ് ചെയ്യും അല്ലേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ കോഡ് കൊണ്ടുവന്ന് എഴുതും. അപ്പം ഒരു ലോഗിൻ പേജ് സെയിം ലോഗിൻ പേജ് ഡിഫറെന്റ് പേജസിൽ വരണമെങ്കിൽ നമ്മൾ അതിനെ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെയും ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ നമ്മളുടെ കോഡിന്റെ ഒക്കെ ലെങ്ത് കൂടുന്നു, മെമ്മറി സ്പേസ് കൂടുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷെ ഇവിടെ റീയൂസബിൾ കമ്പോണൻസിന്റെ കേസിലാകുമ്പോൾ നമ്മളിപ്പം ഒരു ലോഗിൻ പേജിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് എഴുതി വിചാരിക്കുക. അത് നമ്മളൊരു കമ്പോണന്റ് ആയിട്ടാണ്. നമ്മൾ റിയാക്റ്റിൽ എല്ലാ കമ്പോണന്റ് എന്നാണ് പറയുന്നത്. സോ നമ്മളൊരു ലോഗിൻ പേജിൽ ലോഗിൻ ഫോം ക്രിയേറ്റ് ചെയ്തു, അതൊരു കമ്പോണന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പോണന്റിന് നമുക്ക് ഒരുപാട് പേജസിൽ യൂസ് ചെയ്യണം. സോ അപ്പൊ ആ ഒരു ലോഗിൻ പേജിന് നമ്മൾ ലോഗിൻ എന്ന് പേരുള്ള ഒരു കമ്പോണന്റ് ആയിട്ട് സേവ് ചെയ്തിരിക്കാന്ന് വിചാരിക്കാം. ആ ലോഗിൻ കമ്പോണന്റിനകത്താണ് നമ്മുടെ ലോഗിൻ പേജിന്റെ ഫോം ഫുള്ള് കിടക്കുന്നത്, കോഡ് ഫുള്ള് കിടക്കുന്നത്. അപ്പോ ഈ വേറെ പേജസിൽ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഒള്ളി എന്ത് ചെയ്താൽ മാത്രം മതി, ജസ്റ്റ് ആ ഒരു കമ്പോണന്റിന്റെ നെയിം കൊണ്ട് ചെന്ന് കൊടുത്താൽ മാത്രം അത്രയും കോഡ് അവിടെ വീണോളും. അപ്പൊ അവിടെ മെമ്മറി സ്പേസ് വേണ്ട, ടൈം കൺസ്യൂമിംഗ് ഇല്ല, ജസ്റ്റ് അതിന്റെ പേര് മാത്രം ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ കോഡ് മൊത്തത്തിൽ കൊണ്ട് ചെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനെ തന്നെയാണ് നമ്മൾ റീയൂസബിൾ കമ്പോണൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് വട്ടം അതിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. It saves time for developers as they don't have to write various codes for the same features. And furthermore, if any changes are made in any particular part, it will not affect other parts of the application. നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ഫോമിന് പല പേജസ് യൂസ് ചെയ്തു, പക്ഷെ ഒരിടത്ത് മാത്രം കുറച്ച് ചേഞ്ചസ് വരുത്തണം. അപ്പൊ അവിടെ മാത്രം കൊണ്ടുവന്ന് നമുക്ക് ചേഞ്ചസ് വരുത്തിയാൽ ബാക്കിയുള്ള പേജസിൽ ഇതൊന്നും അഫക്ട് ചെയ്യുന്നത് പോലും ഇല്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് മതി. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് തിയറിറ്റിക്കലിലോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കമ്പോണൻസ്, എന്താണ് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോയി ഇമ്പോർട്ട് ചെയ്യുക, അതൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. ഒട്ടും ടെൻഷൻ ആവേ വേണ്ട. ആൻഡ് JavaScript, XML or JSX നമ്മൾ HTML പഠിച്ചിട്ടുള്ളവരായിരിക്കാം, JSX പഠിച്ചിട്ടുള്ളവരായിരിക്കാം. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതായത് വലിയ പാടുള്ള കാര്യമൊന്നും അല്ല. HTML പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളതാണ് JSX എന്ന് പറയുന്നത്. നമ്മൾ
ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത് JSX ആണ്. JSX എന്താന്ന് വെച്ചാൽ എന്താണ്? ജാവാസ്ക്രിപ്റ്റ് XML എന്നാണ് അവർ പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് XML. സോ ഇതെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെയും HTML-ന്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. And JSX stands for JavaScript XML. It allows us to directly write HTML in React. സാധാരണഗതിയിൽ നമുക്ക് റിയാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഇതിനകത്ത് നമ്മൾ HTML കോഡ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറെ നമ്മൾ HTML എഴുതുന്ന പോലെ ഡയറക്റ്റ് കൊണ്ടുവന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ JSX-ന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് HTML റിയാക്റ്റിൽ എഴുതാൻ നമുക്ക് പറ്റും. അപ്പം അവിടെ ചെറിയ സിമിലാരിറ്റി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫുൾ സിമിലർ ആണ്, HTML പോലെ തന്നെ. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വേണ്ട. പക്ഷെ ചില കാര്യങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് കാണും JSX-ൽ. And it makes easier to write a React applications. React applications എഴുതാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഈസി ആയിരിക്കും. സോ നമ്മൾ JSX ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. റിയാക്ട് എന്താണ് ചെയ്യുന്നത്, റിയാക്ടിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. സോ റിയാക്ട് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? HTML അറിഞ്ഞിരിക്കണം, CSS അറിഞ്ഞിരിക്കണം, ദെൻ ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് വെപ്രാളം വേണ്ട, നിങ്ങൾ ഓടി വന്ന് റിയാക്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വാ, എന്റെ ചാനലിലോട്ട് വാ. ഞാൻ ഇവിടെ HTML-ന്റെ ട്യൂട്ടോറിയൽ സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ക്യൂറേപ്പിക്കണം. ആൻഡ് CSS-ന്റെ ഒരു ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ആൻഡ് ജാവാസ്ക്രിപ്റ്റിന് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് മൂന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ടിന്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ റിയാക്ടിന്റെ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പൊ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി കാണും. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങളിലേക്ക് ക്ലിയർ ആയിട്ട് എത്തിക്കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അഥവാ എത്തിയില്ലെങ്കിൽ ഡോൺ വെരി ആൻഡ് ഡോൺ ബോതർഡ് അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ ഉണ്ട്, ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കാര്യം എന്താ ഞാനിപ്പോ എന്തിനാ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പം എന്തെങ്കിലും ഒരു ഇന്റൻഷനോട് കൂടിയിട്ടായിരിക്കും എന്റെ ചാനലിൽ റിയാക്ട് പഠിക്കണം, അല്ലെങ്കിൽ ആ പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരു ജോബ് നേടണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നവരായിരിക്കും. സോ എല്ലാവരും ഒരു ബിഗിനർ ആണെങ്കിൽ ഒട്ടും തന്നെ ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കാണും. അതൊന്നും അവർക്ക് ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഒരു ബിഗിനർ ലെവലിൽ തുടങ്ങി ഒരു പ്രോ ലെവലിലോട്ട് നമ്മളുടെ ട്യൂട്ടോറിയൽ വഴി എത്തിക്കുന്നതാണ്. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട്, അതിനെന്താ വേണ്ടത്? നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്തോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ആവുന്ന പോലൊക്കെ നിങ്ങൾ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.